മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അതിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് പറയുന്നതാണ്, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കത്തോലിക്ക സഭയിൽ വണങ്ങുന്നത്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്, മാതാവിനെ പ്രാധാന്യം കൊടുത്ത് എന്തുകൊണ്ട് സഭ വണങ്ങുന്നു? നമുക്കറിയാലോ, മാതാവിനെ വെനറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, നമ്മൾ ആരാധിക്കുന്നില്ല. അത് മനസ്സിലാക്കണം, പിന്നീട് വരുന്നുണ്ട്. മാതാവിനെ വണങ്ങാനുള്ള കാരണം ഒന്നിത്രയേ ഉള്ളൂ, മാതാവ് ദൈവപുത്രനായി തീർന്ന, ദൈവപുത്ര മനുഷ്യരൂപം സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ്റെ മാതാവാണ്. അതാണ് ആ യുണീക്ക് റോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ രക്ഷാകര ചരിത്രത്തിലുള്ളത്. അപ്പോൾ ഈശോയുടെ അമ്മ എന്ന നിലയിൽ മനുഷ്യരൂപം സ്വീകരിച്ച ദൈവപുത്രൻ, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ്റെ അമ്മയാകാൻ ഭാഗ്യം കിട്ടിയവളാണ് അവൾ. അപ്പോൾ മദർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഷീ വാസ് മോഡൽ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന് മാതൃകയായിരുന്നു. യെസ് എന്ന് പറഞ്ഞു, ഫിയാത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ചെറുപ്പം ഒരു പെൺകുട്ടി ദൈവത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത രക്ഷാകരമായ ദൗത്യം മരണം വരെ വിശ്വസ്തയോടുകൂടി അവൾ നിർവഹിച്ചു. അതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയെ കാണുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർസെസറായിട്ടാണ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏറ്റവും ശക്തമായ കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയോടും ദൈവത്തോടുള്ള ക്ലോസ്നെസ്, ഏറ്റവും അടുപ്പുണ്ടായിരുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ആ റോള് മദർ എന്നുള്ള നിലയിൽ, ഈശോയുടെ അമ്മ എന്ന നിലയിലും ഈശോയുടെ ഉള്ള ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിലും ഇപ്പോഴും അന്നും ഇന്നും ഈശോയുടെ മുമ്പിൽ, പരിശുദ്ധ ത്രിത്വത്തിന് മുമ്പിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇൻ്റർസെഷനുള്ള കഴിവ്, പവർഫുൾ ഇൻ്റർസെഷനുള്ള കഴിവ് പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതാണ് സഭയിൽ ഈ മൂന്ന് കാര്യങ്ങളാണ്, മദർ ഓഫ് ഗാഡ്, മോഡൽ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഇൻ്റർസെസർ. ഈ മൂന്ന് കാര്യങ്ങളുടെ പേരിലാണ് കത്തോലിക്ക സഭയിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യമുള്ളത്. ഇനി എന്താണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് പെൻ്റക്കോസ്റ്റൽ ചർച്ചസ് മാതാവിനെ ഏത് രീതിയിൽ കാണുന്നത്? അവർക്കൊരു വേറെ വ്യാഖ്യാനമാണുള്ളത്. നമുക്കറിയാലോ, അവർ ബൈബിൾ മാത്രം ആശ്രയിക്കുന്നവരാണ്. സോളാ സ്ക്രിപ്തൂര എന്ന് പറയും, സ്ക്രിപ്ചർ അലോൺ, ലിഖിതമായിട്ടുള്ള ബൈബിൾ മാത്രം അംഗീകരിക്കുന്നവരാണ് പ്രൊട്ടസ്റ്റൻസ് ആൻഡ് പെൻ്റക്കോസ്റ്റൽ ചർച്ച സമൂഹങ്ങളിൽപ്പെട്ട സഹോദരന്മാർ. അപ്പോൾ അവർക്ക് അവരുടേതായ വ്യാഖ്യാനമുണ്ട്. അവർ ഈ ഈശോയുടെ മീഡിയേറ്റർഷിപ്പ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരാളുടെ ഇൻ്റർസെസറായിട്ടോ വേറെ തരത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഈശോയുടെ മീഡിയേറ്റർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കത്തോലിക്ക സഭ കൊടുക്കുന്ന അതേ പ്രാധാന്യം ഈശോയുടെ അമ്മയ്ക്ക് അവർ കൊടുക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവർ ബൈബിളിൽ മാത്രമാണ് ആശ്രയിക്കുന്നുള്ളൂ, പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നില്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ വിശ്വാസ സത്യങ്ങളുടെ കാര്യത്തിലായാലും സഭാ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ലിഖിതമായ പാരമ്പര്യമുണ്ട്, അലിഖിതമായ പാരമ്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സോളാ സ്ക്രിപ്തൂര മാത്രമല്ല, സ്ക്രിപ്ചർ അലോൺ മാത്രമല്ല, നമുക്ക് എഴുതപ്പെടാത്ത പാരമ്പര്യം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റൻ്റ് പെൻ്റക്കോസ്റ്റൽ സമൂഹങ്ങളും ഈ മാതാവിനോടുള്ള വണക്കത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചാണ്. എന്താണ് പറയാൻ? നമുക്കറിയാലോ, അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള 4 വിശ്വാസസത്യങ്ങൾ ഒന്നാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്നുള്ളത്, ദ ഡോഗ്മ ഓഫ് ദി ചർച്ച്. എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മാതാവ് ജനനത്തിൽ തന്നെ അമലോത്ഭവയായിരുന്നു. കാരണം പരിശുദ്ധ അമ്മ പിന്നീട് വരാൻ പോകുന്ന മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വരാനിരുന്ന ഈശോയുടെ അമ്മയാകാൻ അനാദി മുതൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്ചറൽ ബേസ് എന്ന് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് അമലോത്ഭവം? ഒരു കാരണം ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്തയുടെ അവസരത്തിൽ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തത് ഫുൾ ഓഫ് ഗ്രേസ്, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ളതാണ്. അപ്പോൾ നീ നന്മ നിറഞ്ഞവളായിട്ട് ജനിച്ചത്,
നന്മ നിറഞ്ഞവളായിട്ട് നീ മുന്നോട്ട് പോകുന്നു. കാരണം ഈ നന്മയിൽ നിന്നാണ് മനുഷ്യരൂപം സ്വീകരിച്ച് ദൈവപുത്രൻ വരാൻ പോകുന്നത്. അർത്ഥത്തിലാണ്. അത് മാത്രമല്ല, നമുക്കറിയാലോ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം പ്രോട്ടോ ഗോസ്പൽ എന്നറിയപ്പെടുന്നിടത്ത് പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും, പിശാചുകൊണ്ട് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും, നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും. അപ്പോൾ ആ നീയും സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ആ നീയും ആ സ്ത്രീ തമ്മിലും, ആ സ്ത്രീയുടെ മകനാണ് ഈശോ. ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ ഒരു മുൻകൂട്ടിയുള്ള ഒരു ഈ ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട, അനാദി മുതലേ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ആ അമ്മയെ പാപത്തിൻ്റെ അംശം പോലെ ഏൽക്കാതെ ദൈവം പ്രത്യേകം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേക ആർഗ്യുമെൻറ്റ്സ് എന്താണ് സഭയുടെ, അല്ലെങ്കിൽ ഗ്രേസ്, ഈ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചുള്ളത്? അത് ശരിയാണ്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്ന് പറയുന്നത് അത് അമ്മയുടെ പ്രത്യേക കഴിവ് കൊണ്ട് നേടിയെടുത്തൊരു ആനുകൂല്യമല്ല. അമ്മയുടെ കഴിവ് കൊണ്ട്, അമ്മയുടെ ജീവിതം കൊണ്ട് നേടിയെടുത്തതല്ല, അമ്മയ്ക്ക് നൽകപ്പെട്ട കൃപയാണ്. അനാദി മുതലേ ദൈവത്തിൻ്റെ മാതാവാകാൻ വിളിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന് ലഭിച്ച ഗിഫ്റ്റാണ്, ഗ്രറ്റുയിറ്റസ് ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ സ്പെഷ്യൽ പ്രിവിലേജ് ഫോർ അവർ മദർ, ബ്ലെസ്സഡ് മദർ, ഫോർ ജീസസ് ഫ്രം ട്രിയൂൺ ഗാഡ്, ത്രിത്വൈക ദൈവത്തിൽ നിന്ന്. കാരണം ടു ബി ഫുൾ ഓഫ് ഗ്രേസ് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേക കൃപയാൽ. അതെല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ടാണ് നമുക്കും അതുപോലെ ലഭിക്കാത്തത്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക ആനുകൂല്യം കിട്ടി, നമുക്കെല്ലാവരും കിട്ടണമെന്നില്ല. നമ്മളൊക്കെ എല്ലാവരും അതുപോലെ ആനുകൂല്യം കിട്ടുന്നതല്ല. ദൈവത്തിന് ആ വ്യക്തിയായിട്ടിടാൻ പോകുന്ന ദൗത്യത്തിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേക ഒരു ആനുകൂല്യം കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടായി കൊടുത്തു. അതിൻ്റെ പേരിൽ എല്ലാവർക്കും അതുപോലെ തന്നെ ജനിക്കാൻ സാധിക്കുന്നു പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ ഡിവൈൻ ഗ്രേസ് സ്പെഷ്യലി ഗിവൺ ഫോർ ബ്ലെസ്സഡ് മദർ ഇൻ ദ ലൈറ്റ് ഓഫ് ദ സ്പെഷ്യൽ മിഷൻ ഷി വാസ് ഗോയിങ് ടു അണ്ടർടേക്ക് ഇൻ ദ സൽവേഷൻ ഹിസ്റ്ററി. അതാണ് അർത്ഥത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പരിശുദ്ധ അമ്മയെ നമ്മൾ ആരും ആരാധിക്കുന്നില്ല, പരിശുദ്ധ അമ്മയെ വണങ്ങുന്നു മാത്രമേ ഉള്ളൂ. വണങ്ങാനുള്ള കാരണമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. പരിശുദ്ധ അമ്മയെ നമ്മൾ മാധ്യസ്ഥം തേടുന്നു. മാധ്യസ്ഥം പറഞ്ഞാൽ നമുക്ക് മീഡിയേറ്റർഷിപ്പ്, നമുക്ക് ഈശോയുണ്ട്. ആ ഈശോയുടെ മുമ്പിൽ നമുക്ക് വേണ്ടി യാചന നടത്തുന്ന പരിശുദ്ധ അമ്മയും വിശുദ്ധാത്മാക്കളും, ഇൻ്റർസെസേഴ്സ്. ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോക്കസ്, ആരാധനയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്, ത്രിത്വൈക ദൈവം മാത്രമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നത് വെനറേഷൻ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ 3 വാക്കുകൾ ഉപയോഗിക്കുന്നത്: ലാത്രിയ, ഹൈപ്പർ ധൂളിയ. ലാത്രിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന, ഹൈപ്പർ ധൂളിയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപരി വണക്കം. ഹൈപ്പർ വെനറേഷൻ എന്ന് പറയാം, ഉപരി വണക്കം, മറ്റു വിശുദ്ധാത്മാക്കൾക്ക് കൊടുക്കുന്ന വണക്കം. അതാണ് ധൂളിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ പറഞ്ഞ പ്രത്യേക സ്ഥാനം, സഭയിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് അതിന് ദൈവശാസ്ത്രപരമായും ചരിത്രപരമായിട്ടൊക്കെയുള്ള റൂട്ടുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ സഭാപരമായ കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി വരുത്താൻ, വ്യക്തതയോടുകൂടി ബോധ്യത്തോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുന്നതിൽ സന്തോഷം. ഇനി നമുക്ക് കാണാം. നിങ്ങളുടെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ പ്രബോധനത്തിൽ വളരാനും വിശ്വാസത്തിൽ ആഴപ്പെടാനൊക്കെയുള്ള പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾ അയക്കണം. അങ്ങനെ കൂടുതൽ ആഴപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.